മലയാളികൾ ഇന്നലെ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം ദിലീപിനെ തന്നെയാണ്. ആദ്യം മുതൽ അവസാനം വരെ പൊതുദർശനത്തിനിടയിലും വീട്ടിലും എല്ലാം തന്നെ നിന്ന ഒരേ ഒരു വ്യക്തി ദിലീപാണ് എന്നതാണ് സത്യം. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയുകയും ചെയ്യാം. എന്നാൽ എല്ലാവരും നോക്കിയത് നടി കാവ്യ മാധവനെ തന്നെയാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഒരു പക്ഷേ അവിടെ കാവ്യ എത്തിയിട്ടുണ്ടാകാം എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നടി മഞ്ജു വാര്യരെയും എല്ലാവരും തിരക്കിയിരുന്നു. നടൻ കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെ പലരുടെയും കൂടെയുള്ള വാർത്തയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലൊന്നും തന്നെ ഇന്നലെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ല എന്ന വീട്ടിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് കൃത്യമായി കയറാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടക്കവും അന്ത്യോപചാരവും മാത്രമായിരുന്നു എല്ലാവർക്കും കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവരെത്തിയിട്ടുണ്ടാകാം എന്നാണ് അവർ കരുതുന്നത്. എന്തായാലും ദിലീപ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കാവ്യ ഒരിക്കലും എത്താതിരിക്കില്ല എന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ദിലീപ് ഇന്നിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും മഞ്ജു വാര്യർ എത്തുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും ചെയ്യുകയില്ല. എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ അറിയില്ലെങ്കിലും കാവ്യ മാധവൻ എത്താത്തതാണ് കൂടുതലും ചർച്ചയായി മാറുന്നത് എന്ന് നമുക്ക് പറയാം. കാവ്യ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. വിദേശത്താണോ? അതുകൊണ്ടാണോ ദിലീപിനോടൊപ്പം നിൽക്കാത്തത്? ദിലീപ് മുഴുവൻ സമയം നിന്നപ്പോൾ ഇടയ്ക്കെങ്കിലും കാവ്യ വരുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കാവ്യയെ ഇന്നലെ കണ്ടില്ല. അതുപോലെ ദിലീപ് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നടി മഞ്ജു വാര്യരും അവിടേക്ക് വരാത്തത് എന്ന് പലരും പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ വശം നമുക്കറിയില്ലെങ്കിലും ഇവർ രണ്ടുപേരെയും ഇന്നലെ കണ്ടില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും എത്താത്തതിനെ തുടർന്നും പലരും ചോദ്യം ഉയർത്തിയിരുന്നു. എന്നാൽ ഇരുവരും വിദേശത്താണ് ഒരു സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ എത്തുമെന്ന് എല്ലാവരും കരുതുകയും ചെയ്യുന്നുണ്ട്. എന്ത് വാർത്തയുണ്ടെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നൊരു പതിവ് മോഹൻലാലിനുണ്ട്. മരണവാർത്തയാണെങ്കിൽ പൊതുവെ ആ സുഹൃത്തുക്കളെക്കുറിച്ച് മോഹൻലാൽ എഴുതാറുണ്ട്, വാചാലനാകാറുണ്ട്. എന്നാൽ ഇന്നലെ ഒന്നും മോഹൻലാൽ എഴുതിയിട്ടില്ല. അതിനർത്ഥം അദ്ദേഹം അവിടെ തകർന്നിരിക്കുകയാണ് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തിൽ നിന്നുള്ള സങ്കടം മാറി വരുന്നതുകൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ തന്നെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇത് മോഹൻലാലിനെ സംബന്ധിച്ച് വളരെയധികം ദുഃഖമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാവരും ഇന്നലെ കൂടുതലും നോക്കിയത്. അദ്ദേഹം എത്തുമോ എന്നതായിരുന്നു എല്ലാവരും കൂടുതലും ചിന്തിച്ച ഒരു കാര്യവും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.